IO ഓപ്പറേഷൻസ് ആണ് കാണാനുള്ളത്. ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു IO ഓപ്പറേഷൻസ് നാളെ എടുക്കാം എന്ന്. ഓക്കെ, അപ്പം നമ്മുടെ ഈ നാസ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞു നാസ് ഡിവൈസ് ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ ഫയൽ ഷെയറിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം IO ഓപ്പറേഷൻ. കാരണം ഒരു ക്ലയന്റ് എന്ന ഒരു IO റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു സ്റ്റോറേജ് അറേന്ന് എടുക്കണമെങ്കിൽ ഒരു ബ്ലോക്ക് ലെവൽ IO റിക്വസ്റ്റ് ആക്കണം. ഓക്കെ, അപ്പം ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാണ് IO ഓപ്പറേഷനിൽ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, IO ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പം ഇവിടെ കാണിച്ചേക്കുന്നത് ക്ലിയർ ആണോ എന്നൊന്ന് പറയണേ. നിങ്ങൾക്ക് പക്ക കാണുന്നുണ്ടോ എന്ന് പറയണം. ഓക്കെ, അപ്പം ഇത് ക്ലയൻ്റ് ആയിട്ടും ഓക്കെ കണക്ഷൻ IP നെറ്റ്വർക്കിലൂടെയാണ്. ഇത് നമ്മുടെ NAS. ഓക്കെ, സ്റ്റോറേജ് അറിയും, അതുപോലെ തന്നെ NAS ഹെഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലുള്ള ലെയേഴ്സ് കാണിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, TCP IP സ്റ്റാക്ക്, NFS CIFS. ക്ലയൻറ്റിൽ IO റീഡയറക്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ. NAS ഡിവൈസിലാണെങ്കിലോ ഇവിടം വരെ ഓക്കെ. പിന്നെ NAS ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക് പ്രോട്ടോകോൾ, സ്റ്റോറേജ് ഇൻ്റർഫേസ്. ഓക്കെ, അപ്പം ഇത് രണ്ടും എന്താണെങ്കിലും IO ഓപ്പറേഷൻസ് കാണിക്കുന്ന സമയത്ത് ഈ ഒരു ഡയഗ്രാം മസ്റ്റാണ്. എല്ലാ ലെയേഴ്സും അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, സ്റ്റോറേജ് അറിയും. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ ഡയഗ്രാം മസ്റ്റാണ് കേട്ടോ, ഇത് കറക്റ്റ് പഠിച്ചിരിക്കണം. റെസ്പോണ്ട് ചെയ്തേ. ഹലോ, നിങ്ങളവിടെ ഉണ്ടോ? ഹലോ, ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ കാണിച്ചേക്കുന്ന ഈ സ്റ്റെപ്പ് വൈസ് തന്നെ പഠിച്ചാൽ മതി. സിമ്പിളാണ്. ഓക്കെ, ആദ്യം 1 2 3 4 ആ രീതിയിൽ തന്നെയാണ് പോവുക. അപ്പോൾ 1 എന്താണെങ്കിലും എങ്ങനെയായിരിക്കും, ഒരു ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് റിക്വസ്റ്റ് വരുന്നതായിരിക്കും എന്താണെങ്കിലും 1 എന്ന് പറയുന്നത്. അല്ലേ അല്ലേ, അങ്ങനെ ആവില്ലേ? അങ്ങനെയാണ്. ഓക്കെ, അപ്പം okay, the requester client packages an IO request into TCP IP and forwards it through the network stack. The NAS device receives this request from the network. Okay, ഈ 1 കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്ന അതാണ്. ഓക്കെ, ഒരു ക്ലയൻറ്റ് നമ്മുടെ IO റിക്വസ്റ്റ് IP നെറ്റ്വർക്കിലൂടെ ഇങ്ങനെ നാസിന് കൊടുത്തിട്ടുണ്ട്. ആ നാസ് അത് റിസീവ് ചെയ്തിട്ടും ഉണ്ട്. അതാണ് ഈ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള ആ ഒരു IO റിക്വസ്റ്റ്, ദിസ് നാസ് ഡിവൈസ് കൺവേർട്സ് ദ IO റിക്വസ്റ്റ് into an appropriate physical storage request. Okay, which is a block level IO request. Okay, block level IO. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ബ്ലോക്ക് ലെവൽ IO ആയിട്ട് കൺവേർട്ട് ചെയ്യും ഈ NAS ഡിവൈസ്. ഓക്കെ, നമ്പർ 1 സ്റ്റെപ്പ് 1 നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ, ക്ലയൻറ്റ് IO റിക്വസ്റ്റ് കൊടുക്കുന്നു, NAS ഡിവൈസ് അത് റിസീവ് ചെയ്യുന്നു. അതേ ഉള്ളൂ 1. ഓക്കെ, ദെൻ ആഫ്റ്റർ receiving that IO, this NAS device എന്ത് ചെയ്യും, it converts that request into block level IO and process. ഈ ഒരു സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് converts the IO into block level IO and perform the operations on physical storage. ഓക്കെ, അപ്പം നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 3 സ്റ്റെപ്പ് നമ്പർ 3 എന്താണ്, ബ്ലോക്ക് ലെവൽ മീൻസ് നമ്മുടെ സ്റ്റോറേജ് അറിയുന്നത് അല്ലേ. ദാറ്റ് മീൻസ് NAS ഡിവൈസ് ഇറ്റ് റിസീവ്സ് ഡാറ്റ ഫ്രം സ്റ്റോറേജ്. ഓക്കെ, 3 ആ ഒരു ആരോ തന്നെ കാണിക്കുന്നുണ്ട്. NAS ഡിവൈസ് റിസീവ്സ് ഡാറ്റ ഫ്രം ദ സ്റ്റോറേജ് ആൻഡ് ഇറ്റ് പ്രോസസ്സസ് ആൻഡ് റീപാക്കേജസ് ദ ഡാറ്റ ഇൻ ടു ആൻ അപ്രോപ്രിയേറ്റ് ഫയൽ പ്രോട്ടോകോൾ റെസ്പോൺസ്. ഓക്കെ, നമുക്ക് ഡാറ്റ ഇവിടെ നിന്ന് കിട്ടി, സ്റ്റോറേജ് അറിയുന്ന കിട്ടി, പിന്നെ അതിനെ നമ്മളൊരു അപ്രോപ്രിയേറ്റ് പാക്കേജ് ആക്കി മാറ്റുകയാണ്. മീൻസ്
റീപാക്കേജ് ചെയ്യാണ്, നമ്മുടെ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ഫോർമാറ്റിലേക്ക് റീപാക്കേജ് ചെയ്യുന്നു. അതും 3 തന്നെയാണ്, റിസീവ്സ് ഡാറ്റ ആൻഡ് റീപാക്കേജ്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട ഡാറ്റ, ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്ത ഡാറ്റ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ, NAS ഡിവൈസിൽ എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ NAS ഡിവൈസ് എന്ന് അത് ക്ലയന്റിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, TCP/IP റിക്വസ്റ്റിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ഡാറ്റ ക്ലയന്റിന് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ ഈ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത്, the NAS device packages this response, means ആ ഒരു റിസീവഡ് ഡാറ്റ ഇവിടുന്ന് കിട്ടിയ തേർഡിൽ കിട്ടിയ ആ ഒരു ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും packages this response into TCP/IP again and forward it to the client through the network. ഓക്കെ, അപ്പം മനസ്സിലായോ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. 4 സ്റ്റെപ്സ് മനസ്സിലായോ? ഹലോ, നിങ്ങളവിടെ ഉണ്ടോ? പിള്ളേരെ 4 സ്റ്റെപ്സ് മനസ്സിലായോ? IO ഓപ്പറേഷൻ, നമ്മളെ ക്ലയന്റ് ഒരു റിക്വസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ റിക്വസ്റ്റിന് എങ്ങനെയാണ് ഒരു NAS ഡിവൈസ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലയന്റിന് എന്തോ ഒരു ഡാറ്റ വേണം. ഓക്കെ, അപ്പോൾ അത് ക്ലയന്റ് ചിലപ്പോൾ പറയുന്നുണ്ടാവാം ആ ഡാറ്റ മീൻസ് ശരിക്കും പറഞ്ഞാൽ ക്ലയന്റ് ഒരു ഫയലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും ആ ഒരു ഡാറ്റേന്റെ നെയിം എന്താ, മീൻസ് ആ ഒരു ഫയലിന്റെ നെയിമോ ലൊക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടായിരിക്കും റിക്വസ്റ്റ് ചെയ്യുക. കേൾക്കുന്നുണ്ടോ? നമുക്ക് എല്ലാ ഡാറ്റയും ഈ ഒരു സ്റ്റോറേജ് അറയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ഫയൽ, ഏതെങ്കിലും ഒരു ഡാറ്റ ആക്സസ് ചെയ്യാനായിരിക്കും ക്ലയന്റ് എന്ത് ചെയ്യുക, ഒരു റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മുടെ NAS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് കീപ്സ് ട്രാക്ക് ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ഫയൽസ് ഓൺ ദ ഡിസ്ക് വോളിയം ആൻഡ് കൺവേർട്ട്സ് ഇറ്റ് ഫയൽ, മീൻസ് എപ്പോഴും നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് അറയിൽ എന്തൊക്കെ ഡാറ്റ ഉണ്ട്, അത് ഏതൊക്കെ ഫയലിലാണ്, എവിടൊക്കെയാണ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ ഈ NAS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഈ NAS ഡിവൈസ് ചെയ്യുന്നത് നമ്മുടെ ക്ലയന്റിൽ നിന്ന് ഒരു റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് ആ ഡാറ്റ മീൻസ് ആ ഒരു റിക്വസ്റ്റ്, ക്ലയന്റിൽ നിന്ന് കിട്ടിയ ആ ഒരു റിക്വസ്റ്റ് ഒരു ബ്ലോക്ക് ലെവൽ IO റിക്വസ്റ്റ് ആക്കി മാറ്റി ഈ സ്റ്റോറേജ് അറിയുന്ന ഡാറ്റ എടുത്ത് അതിനെ റീപാക്കേജ് ചെയ്ത് ദെൻ വീണ്ടും ക്ലയന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും TCP/IP ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് കൊടുക്കുന്ന പണിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അപ്പം ഈ 4 പോയിന്റ്സ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ക്ലയന്റ് റിക്വസ്റ്റ് കൊടുത്തു. ഓക്കെ, ഓക്കെ, ക്ലയന്റ് റിക്വസ്റ്റ് കൊടുത്തു, അത് നമ്മുടെ നെറ്റ്വർക്ക് NAS ഡിവൈസ് റിസീവ് ചെയ്തു. ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ NAS ഡിവൈസ് റിസീവ് ചെയ്തിട്ടുള്ള IO റിക്വസ്റ്റിനെ ബ്ലോക്ക് ലെവൽ IO ആക്കി ദെൻ ഇറ്റ് പെർഫോമഡ് ദ ഓപ്പറേഷൻ, അല്ലേ? അതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മുടെ NAS ഡിവൈസിന് നമ്മുടെ റിക്വസ്റ്റഡ് ഡാറ്റ കിട്ടി ഫ്രം ദ സ്റ്റോറേജ് ആൻഡ് വി റീപാക്കേജ് and it repackaged the data into an appropriate file protocol response. Then last for transmission വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്തു, TCP/IP ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് അത് ക്ലയന്റിന് ട്രാൻസ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, IO ഓപ്പറേഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഡയഗ്രാം മസ്റ്റ് ആണ്, ഒരു ലെയർ പോലും തെറ്റാതെ വരച്ച് കാണിക്കണം. ഓക്കെ, ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഹലോ, ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് IO ഓപ്പറേഷൻസ് ഓക്കെയാണ്. ദെൻ നെക്സ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് NAS. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ,
ഓരോന്നും എന്താണ് ജസ്റ്റ് ഒന്ന് വായിക്കാം. The NFS and CIFS protocols handle file IO request to a remote file system which is managed by the NAS device. The process of NAS IO is as follows. Step 1. The requester packages an IO request into TCP/IP and forwards it through the network stack. The NAS device receives this request from the network. Step 2. The NAS device converts the IO request into an appropriate physical storage request, which is a block level IO, and then performs the operation against the physical storage pool. Storage array. Okay. Then step 3. When the data is returned from the physical storage pool, the NAS device processes and repackages the data into an appropriate file protocol response. Step 4. The NAS device packages this response into TCP/IP again and forwards it to the client through the network. Okay. ഈ ഡയഗ്രാം വരയ്ക്കുക. ഈ 4 സ്റ്റെപ്പ് അതുപോലെ തന്നെ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് NAS. ഓക്കെ. അത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു 7 ഉണ്ട്. ഓക്കെ. ഈ ഫാക്ടേഴ്സ് അങ്ങനെ തന്നെ പറയാനേ പറ്റൂ, നമ്മുടെ ബെനിഫിറ്റ്സ് പോലെ തന്നെ. ഓക്കെ. As NAS uses IP network, bandwidth and latency issues associated with IP affect NAS performance. Okay. Network congestion is one of the most significant sources of latency in a NAS environment, and other factors that affect NAS performance at different levels are എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ IP നെറ്റ്വർക്കിലെ ഈ ഇഷ്യൂസ് NAS പെർഫോമൻസ് എഫക്റ്റ് ചെയ്യും, ഷുവർ ആണ്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് കൺജഷൻ. ഓക്കെ. മീൻസ് ലാറ്റൻസി ഇഷ്യൂവിൻ്റെ സോഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് നെറ്റ്വർക്ക് കൺജഷൻ. ഓക്കെ. ദെൻ അതർ ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ഹോപ്സ് എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ. ഒരു സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിൽ പോകുന്ന സമയത്ത് ഇടയ്ക്ക് എത്ര ഡിവൈസ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളൊരു രീതിയിൽ ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യുന്ന ഒരു ഇതാണ്. ഓക്കെ. ദെൻ എ ലാർജ് നമ്പർ ഓഫ് ഹോപ്സ് ക്യാൻ ഇൻക്രീസ് ലാറ്റൻസി ബിക്കോസ് IP processing is required at each hop, adding to the delay caused at the router. നമ്പർ ഓഫ് ഹോപ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ. ഒതൻറ്റിക്കേഷൻ വിത്ത് എ ഡയറക്ടറി സർവീസ് സച്ച് ആസ് LDAP, Active Directory or NIS. The authentication service must be available on the network with adequate bandwidth and must have enough resource to accommodate the authentication load. Okay. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ലാർജ് നമ്പർ ഓഫ് ഒതൻറ്റിക്കേഷൻ റിക്വസ്റ്റ് ക്യാൻ ഇൻക്രീസ് ലാറ്റൻസി അല്ലേ? അപ്പം ഇങ്ങനെ ഒരു അഡിക്വേറ്റ് ബാൻഡ് വിഡ്ത്ത് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനഫ് റിസോഴ്സസും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ഇറ്റ് വിൽ എഫക്ട് NAS പെർഫോമൻസ്. ഓക്കെ. ദെൻ retransmission, link errors and buffer overflow and flow control mechanism can result in retransmission. This causes packets that have not reached the specified destination to be resent. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റീട്രാൻസ്മിഷൻ അവോയ്ഡ് ചെയ്യേണ്ടി വരും അല്ലേ? മീൻസ് നമ്മളുടെ നെറ്റ്വർക്ക് ഡിവൈസും അതുപോലെ തന്നെ NAS ഹെഡും തമ്മിലുള്ള സ്പീഡ്, അതുപോലെ തന്നെ അതിൻ്റെ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കെയർ മസ്റ്റ് ബി ടേക്കൺ അല്ലേ? അതുപോലെ തന്നെ ഇംപ്രോപ്പർ കോൺഫിഗറേഷൻ, അതും ഇതുപോലുള്ള എറേഴ്സ് വരുത്താം, റീട്രാൻസ്മിഷൻ വരുത്താം. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങൾ. Then step number 4, overutilized routers and switches. The amount of time that an overutilized device in a network
takes to respond is always more than the response time of an optimally utilized or underutilized device. ശരിയല്ലേ? മീൻസ് ഓവർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കും. ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഡിവൈസ്, ഒപ്റ്റിമൽ യൂസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് റെസ്പോണ്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ടൈം എടുക്കും ഓവർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഡിവൈസ് ഓവർ യൂട്ടിലൈസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലേ? അപ്പം ചില നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ക്യാൻ വ്യൂ യൂട്ടിലൈസേഷൻ statistics to determine the optimum utilization of switches and routers in a network. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഒരു അഡീഷണൽ ഡിവൈസസ് വേണം. ഇപ്പോൾ ഓവർ യൂട്ടിലൈസ്ഡ് ആയി, ഏതെങ്കിലും ഒരു ഡിവൈസ് ഓവർ യൂട്ടിലൈസ്ഡ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് അഡീഷണൽ ഡിവൈസസ്, മീൻസ് ആവശ്യമുള്ള അഡീഷണൽ ഡിവൈസസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം. Okay, then file or directory lookup and metadata request. NAS clients access files on NAS devices. The processing required to reach the appropriate file or directory can cause delays. Okay. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഡീപ്പ് ഡയറക്ടറി സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഓവർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ളൊരു ഡിസ്ക് സിസ്റ്റം ആണ് അല്ലെങ്കിൽ പുവർ ഫയൽ സിസ്റ്റം ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ എന്തായാലും ഇറ്റ് വുഡ് എഫക്റ്റ് അവർ നാസ് പെർഫോമൻസ്, അല്ലേ? ആണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണ്? ഓക്കെ. അപ്പോൾ file directory lookup and metadata request. Okay. Next, overutilized NAS devices. Okay. Clients accessing multiple files can cause high utilization levels on a NAS device, which can be determined by viewing utilization statistics. Okay. നമ്മുടെ നാസ് ഡിവൈസിൻ്റെ അകത്തുള്ള ഹൈ മെമ്മറി CPU ഓർ നാസിൻ്റെ അകത്തുള്ള മെമ്മറി CPU ഡിസ്ക് സബ് സിസ്റ്റം, അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് യൂട്ടിലൈസേഷൻ ലെവൽ ഹൈ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെർഫോമൻസിനെ ബാധിക്കും. ഓക്കെ, ദെൻ ഓവർ യൂട്ടിലൈസ്ഡ് ക്ലയൻസ്. Okay, the client accessing CIFS or NFS data may also be overutilized. And overutilized clients request longer time to process the responses received from the server, increasing latency. Okay, അപ്പം ഈ 7 factors ആണുള്ളത്. Number of hops, authentication with a directory service, retransmission, overutilized routers and switches, file or directory lookup and metadata request, overutilized NAS device, overutilized clients. ഓക്കെ, പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ VLANനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, വെർച്വൽ ലാൻ. ഓക്കെ, അപ്പം വെർച്വൽ ലാൻ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ലോജിക്കൽ സെഗ്മെന്റ് ഓഫ് എ സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ഓർ ലോജിക്കൽ ഗ്രൂപ്പിംഗ് ഓഫ് N devices connect to different physical network. ഓക്കെ, VLAN എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് സിമിലർ ടു ഫിസിക്കൽ ലാൻ. ഓക്കെ, അതിൻ്റെ വർക്കൊക്കെ സിമിലർ ടു ഫിസിക്കൽ ലാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കുക. Path maximum transmission unit. Okay, path maximum transmission unit discover.
is the process of discovering the maximum size of a packet that can be sent across a network without fragmentation. Okay, path maximum transmission unit discovery. It is a process of discovering the maximum size of a packet that can be sent across a network without fragmentation. Okay. So, ഈ path maximum transmission unit ഏതോ ഒരു previous year question paperൽ ചോദിച്ചിട്ടുണ്ട്. Okay. MTU. Maximum transmission unit. Okay, MTU. Determines the size of the largest packet that can be transmitted without fragmentation. Okay. TCP window. TCP window size is the maximum amount of data that can be sent at any time for a connection. ഇനി ഒരു ടേം കൂടി ലിങ്ക് aggregation. Okay, this is the process of combining two or more network interfaces into a logical network interface, having higher throughput, low sharing or load balancing. Okay. Okay, അപ്പോൾ ഈ ടേംസ് അറിഞ്ഞിരിക്കാം. ഇതിൽ ഈ ഒരു കാര്യമാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇവിടെ ഉണ്ടോ? ഈ ടേംസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ.
ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. പിള്ളേരെ റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അറ്റൻഡൻസ് പറയൂ. അഭിലാഷ്, അഭിലാഷ്, അഭിനവ്, അൻസബ്, അനുശ്രീ, അർജുൻ, അശ്വിൻ, അതുൽ ദിനേശ്, അതുൽ സത്യപാൽ, ഫബിന, ഫജർ, ജാസിം, മിഥിലാജ്, ഓക്കെ, മൃദുല, ജാസിൽ, 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 ജാസിൽ ആബ്സെന്റ്. റമീസ്, ഓക്കെ, റമീസ്, ഓക്കെ, ശരത്, സർഗ, ഷബ്ന, ഷബ്ന, ഓക്കെ, സൗരഭ്, ശ്രീരാജ്, ശ്രീരാജ്, ശ്രീരാജ് ആബ്സെന്റ്. വിഷ്ണു, ഓക്കെ, അമൃത, അശ്വതി, ദിദിന, ഹരിത, അമൽ, ഹലോ, ഓക്കെ, ശ്രീരാജ് കണ്ടു കണ്ടു കണ്ടു. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോർത്ത് മൊഡ്യൂൾ ഇത്രയും ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ സിലബസിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടം വരെ കവർ ചെയ്തു. ഓക്കെ, നീ പെട്ടെന്ന് തീരും. ഓക്കെ, അപ്പോൾ വേഗം വേഗം പഠിച്ച് തന്നെ പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.